ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോസ് കുക്ക് ബുക്ക്. ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്കിൽ ക്രീം ചീസ് വെച്ച് എങ്ങനെയാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതെന്നാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാൽ വെച്ചുണ്ടാക്കിയ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. ക്രീം ചീസ് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രീം ചീസിലോട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ആഡ് ചെയ്യണം. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമിൽ 1/4 കപ്പ് ഐസിങ് ഷുഗറും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളുടെ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എല്ലായിടത്തും ക്രീം ചീസ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കേക്കിലേക്ക് ഇത് അപ്ലൈ ചെയ്യണം. ഞാനിവിടെ റെഡ് വെൽവെറ്റ് കേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ കേക്കിനെ ഞാനിപ്പോൾ ഇവിടെ 3 ലെയറായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനെ 3 പാത്രത്തിലായിട്ട് ഞാനിവിടെ മാറ്റി വെച്ചു. നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കണം. അത് നമ്മുടെ കേക്കിന് ടേസ്റ്റ് കൂട്ടും. അത് നല്ലതുപോലെ തണുത്ത ശേഷം നമ്മുടെ കേക്കിൻ്റെ 3 ലെയറിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിലും നല്ലതുപോലെ വെറ്റാവുന്നത് വരെ അപ്ലൈ ചെയ്യണം. എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ടേൺ ടേബിൾ സെറ്റപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഴിയുള്ളൊരു പാത്രം കമഴ്ത്തി വെച്ചു. ടേൺ ടേബിൾ ഇല്ലാത്തവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ഒരു ചപ്പാത്തി പലക വെച്ചു കൊടുത്തു. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബോർഡ് വെച്ചു. ഇനി അടിയിൽ കുറച്ച് ക്രീം പുരട്ടി കൊടുത്തു. ആ കേക്ക് അവിടെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് അടിയിലത്തെ ലെയർ വെച്ച് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യണം. അല്പം കട്ടിയിൽ തന്നെ ക്രീം അപ്ലൈ ചെയ്യണം. എല്ലായിടത്തും ഈവനായിട്ട് വേണം ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് ചരിവ് വരും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയറിൽ ക്രീം പുരട്ടി കൊടുത്തു. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു. വെറ്റ് ചെയ്തിരിക്കുന്ന കേക്ക് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. കട്ടിയിൽ തന്നെ സെക്കൻഡ് ലെയറിലും വെച്ച് കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ളത് സൈഡിലിങ്ങനെ തേച്ച് പിടിപ്പിക്കാം. നമ്മളാദ്യം ക്രംബ് കോട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം തേർഡ് ലെയർ വെച്ച് കൊടുത്തു. ബാക്കിയുള്ള ഷുഗർ സിറപ്പ് വെച്ച് അതിൻ്റെ മുകൾ ഭാഗം നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അടിയിലുള്ള കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അടിഭാഗമാണ് ഏറ്റവും മുകളിൽ വരേണ്ടത്. അതാകുമ്പോൾ നല്ല ലെവലായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അതിനുശേഷം കുറച്ച് ക്രീം എടുത്ത് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തും തേച്ച് കൊടുത്തു. ഈ ക്രീം വെച്ച് തന്നെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനെയാണ് ക്രം കോട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ക്രംസ് ഒന്നും ഔട്ടർ ലെയറിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷം വേണം ഔട്ടർ ലെയർ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ മുകൾ ഭാഗത്ത് ക്രീം നല്ലതുപോലെ തേച്ച് കൊടുക്കണം. അതിനുശേഷം സൈഡിൽ ഇങ്ങനെ കുറച്ചായിട്ട് തേച്ച ശേഷം അവസാനം ഒരു സ്ക്രേപ്പർ അല്ലെങ്കിൽ സ്ക്രേപ്പർ ഇല്ലാത്തവർക്ക് ഇതുപോലൊരു കാർഡ്, ATM കാർഡ് വല്ല ഉപയോഗിക്കാത്തത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ കാർഡ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കേക്ക് ലെയർ ചെയ്യുന്നതിന് മുന്നേ
ലെവലാക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗം കുറച്ച് പോർഷൻ മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കേക്കിൻ്റെ സൈഡിലും മുകളിലുമായിട്ടൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് റെഡ് കളർ വെച്ച് ഡിസൈൻ ചെയ്യാം. കേക്കിൻ്റെ മുകൾ ഭാഗം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2D റോസ് ഫ്ലവർ നോസിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ടിപ്പ് മുറിച്ച് കൊടുത്ത ശേഷം അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം നോസിൽ. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച ശേഷം അതിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ക്രീം അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയ ശേഷം നല്ല ടൈറ്റായിട്ട് കയ്യിൽ ഇതുപോലെ പിടിക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ റോസ് ഫ്ലവറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് മുറിച്ച് നോക്കാം. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി കേക്കാണ്. ഇനി നമുക്ക് ഒരു പീസ് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ക്രീം ചീസ് വെച്ചിട്ട് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്തേക്കുന്ന കാരണം കേക്കിൻ്റെ ടേസ്റ്റ് ഒരുപാട് കൂടുതലാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ കേക്കാണ്. എന്തായാലും സൂപ്പർ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.